എല്ലാ വർഷവും നവരാത്രിയുടെ പരിപാടിക്ക് അമ്പലങ്ങളിലൊക്കെ പോകാറുണ്ട്. ഇത്തവണ ഒന്നിനും പോകാൻ കഴിഞ്ഞില്ലല്ലോ എന്ന് മക്കളിങ്ങനെ പരാതി പറഞ്ഞപ്പോൾ ഞങ്ങൾ ഇന്നലെ രാത്രിയാണ് പോയിട്ടുണ്ടായിരുന്നത്. ആദ്യം ഞങ്ങളുടെ കാവിൽ തന്നെയാണ് പോയത്. അതിനുശേഷം വീടിൻ്റെ അടുത്തുള്ള പന്നിയങ്കര ക്ഷേത്രമുണ്ട്, അവിടെ പോയി. അവിടെ എല്ലാ ദിവസവും ഡാൻസും പരിപാടിയും ഓരോന്നായിട്ടുണ്ടായിരുന്നു. പക്ഷേ അതൊന്നും കാണാൻ കഴിഞ്ഞില്ല. എന്നാലും ജസ്റ്റ് ഒന്ന് അമ്പലത്തിൽ പോയി തൊഴുതു വന്നു. സ്ഥിരമായി അങ്ങനെ അമ്പലത്തിൽ പോകാനുള്ളൊരു മൂടുള്ള ഒരാളൊന്നുമല്ല ഞാൻ. പക്ഷേ ഈ നവമിയൊക്കെ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വേറൊരു വൈബാണ്, നല്ല രസമാണ്. മൊത്തം ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല രസമാണ് കാണാൻ. അങ്ങനെ അവിടെ പോയി തൊഴുതു. പിന്നെ നേരെ പോയത് തളി അമ്പലത്തിലേക്കായിരുന്നു. പക്ഷേ അവിടുത്തെ തിരക്ക് കാരണം തളി അമ്പലത്തിലേക്ക് ഞങ്ങൾക്ക് കയറാനേ പറ്റിയില്ല. അത്രയ്ക്ക് തിരക്കുണ്ടായിരുന്നു അവിടെ. പക്ഷേ അവിടെ കുറച്ച് നേരം അവിടെ ഇവിടെയൊക്കെ നിന്നു കറങ്ങി എന്നല്ലാതെ പ്രത്യേകിച്ച് അതിൻ്റെ ഉള്ളിലേക്ക്, അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് കയറാൻ പോലും പറ്റിയില്ല. സാധാരണ പന്നിയങ്കര അമ്പലത്തിലൊക്കെ ബൊമ്മക്കുലുമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇത്തവണ അതൊന്നും അവിടെ കണ്ടില്ല. അപ്പം മക്കൾക്കാണെങ്കിൽ അത് കാണണമെന്ന് വലിയൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഇവിടെയൊക്കെ ഇങ്ങനെ കറങ്ങിയിരുന്നപ്പോഴാണ് നമ്മുടെ മാരിയമ്മൻ കോവിലിൻ്റെ അവിടെ ആകെ മൊത്തം ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് അടിപൊളിയാണെന്ന് കേട്ടിട്ടുണ്ടായിരുന്നത്. നല്ല തിരക്കുണ്ടായിരുന്നു. ഇവർ രണ്ടുപേരെയും കൂട്ടി നടക്കുമ്പോൾ എനിക്ക് നല്ല പേടിയുണ്ടായിരുന്നു, കൂട്ടം തെറ്റിപ്പോകുമോ എന്നുള്ളത്. കാരണം അത്രയ്ക്ക് തിരക്കുണ്ടായിരുന്നു. എന്നാലും ഞങ്ങൾ നേരെ അങ്ങ് നടന്നു. പക്ഷെ പോയതിന് കാര്യമായി. കാരണം നല്ലൊരു ഭംഗിയുണ്ടായിരുന്നു. ആകെ മൊത്തം ഒരു അടിപൊളി വൈബ് എന്നൊക്കെ പറയുന്ന പോലെ. ഇപ്പോൾ കുറച്ചൊക്കെ ആയിട്ട് നമ്മുടെ ഇവിടെ കോഴിക്കോട് ഇപ്പോൾ ഓണമായാലും വിഷു ആയാലും ന്യൂ ഇയർ ആയാലും മൊത്തം ലൈറ്റും ഡെക്കറേഷനും ഒക്കെയാണ്. ആ ഒരു നമ്മുടെ എന്താ പറയുക, മൊത്തത്തിലങ്ങ് ആഘോഷം തന്നെയാണ്. അതുപോലെ തന്നെയാണ് ഇത്തവണയും. നല്ല ഭംഗിയുണ്ടായിരുന്നു. അപ്പോഴാണ് നമ്മുടെ ആക്ടർ വെങ്കടേഷിൻ്റെ സുഡ സുഡ ഇഡ്ഡലീൻ്റെ ഒരു ഔട്ട്ലെറ്റ് നമ്മുടെ മാരിയമ്മൻ കോവിലിൻ്റെ അടുത്ത് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ കുറച്ച് നേരം അവിടെയും നോക്കിയിരുന്നു. അവിടെയും നല്ല തിരക്കുണ്ടായിരുന്നു. ഇഡ്ഡലി കഴിക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഈ അടുത്ത കാലത്തൊന്നും അവിടെ നിന്ന് ഇഡ്ഡലി കഴിക്കാൻ പറ്റും തോന്നുന്നില്ല. കാരണം അത്രയ്ക്ക് തിരക്കുണ്ടായിരുന്നു. പിന്നെ ഈ തിരക്കൊക്കെ കഴിഞ്ഞിട്ട് പോയി എന്തായാലും ഒന്ന് കഴിച്ച് നോക്കണം. അതിനുശേഷം ഞങ്ങൾ പിന്നെ ഇങ്ങനെ കുറേ നടന്നു. അപ്പോൾ അവിടുത്തെ ഇന്നത്തെ സെലിബ്രിറ്റിയാണ് പോയത്. ആളെ കാണാൻ എല്ലാവരും ഇങ്ങനെ നോക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ പോയ സമയത്താണ് എൻ്റെ കസിനും ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ കുറച്ച് നേരം സംസാരിച്ച് അങ്ങനെ നടന്നു. മാരിയമ്മൻ കോവിലിൻ്റെ ഉള്ളിലേക്കൊന്നും കയറാൻ പറ്റിയില്ല. അവിടെയും നല്ല റഷ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ ജസ്റ്റ് അവിടേക്കൊന്ന് കറങ്ങി കണ്ടു വന്നു എന്നല്ലാതെ ഉള്ളിലേക്ക് കയറാനോ ഒന്നിനും പറ്റിയില്ല. തിരക്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ തിരക്ക് കണ്ടാൽ വേഗം വീട്ടിൽ പോയാൽ മതി തോന്നും. പിന്നെ ഇവിടുന്ന് കുറച്ച് സ്നാക്കൊക്കെ വാങ്ങി. അത് പിന്നെ അവിടെ എത്തിക്കഴിഞ്ഞ പിന്നെ നമുക്ക് വാങ്ങണമല്ലോ. അങ്ങനെ ഇങ്ങനെ വായ നോക്കി കുറച്ച് നേരം നടന്ന് നേരെ വീട്ടിലേക്ക് വന്നു. അധികം നേരം ഒന്നും അവിടെ സ്പെൻഡ് ചെയ്യാൻ പറ്റിയില്ല. പക്ഷെ അതിന് ശേഷം ഞാൻ നേരത്തെ അത് പറഞ്ഞാൽ വിട്ടുപോയി. നമ്മളിങ്ങനെ നടന്നു വരുമ്പോൾ അവിടെ ബൊമ്മക്കുലു ഒരു സ്ഥലത്ത് കണ്ടായിരുന്നു. എനിക്കതിൻ്റെ പേര് കറക്റ്റ് ഓർമ്മയില്ല. പക്ഷെ നല്ല ഭംഗിയുണ്ടായിരുന്നു. അത് കണ്ടപ്പോഴാണ് സമാധാനമായത്. എല്ലാ നവമി എന്ന് പറയുമ്പോഴേ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ബൊമ്മക്കുലുവാണ്. അങ്ങനെ അതും കണ്ടു നേരെ വീട്ടിലേക്ക് പോയി. അപ്പോൾ ഇത്തവണത്തെ നവമി ഒരു കുട്ടി നവമി വീഡിയോ ആയിട്ട് ഇട്ടതാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്.